പോകുന്നത്. തിരുവനന്തപുരത്ത് പുലിയെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അമ്പൂരിയിലാണ് പുലി അവിടെ വള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ജനവാസ മേഖലയാണ്. ഒപ്പം ഇതൊരു റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. വള്ളിയിൽ കുടുങ്ങിയിരിക്കുന്നു പുലി എന്ന് പറഞ്ഞാൽ പോലും ഏത് രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ട്. എന്തായാലും വിനീഷ് പ്രദേശത്ത് ഉണ്ട്. വിനീഷ്, എന്തായാലും പോലീസ്, വനവകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. പുലിയെ പിടികൂടുക ആ ദൗത്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. മയക്കുവെടി വെച്ചിട്ടുണ്ടോ വിനീഷ്? പ്രദേശത്തേക്ക് ഒരു വനപാലകൻ RR ടീമിലെ ഒരു ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് എത്തുന്നതാണ്. അദ്ദേഹം ഏത് തരത്തിലാണ് പുലി കുടുങ്ങിക്കിടക്കുന്നത്, അദ്ദേഹം അടുത്തോട്ട് പോകുമ്പോൾ പുലി വലിയ രീതിയിൽ ഗർജിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് സമീപത്തായിട്ടാണ് ഈ പുലിയുടെ സമീപത്തായുള്ള വനപാലകൻ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. RR ടീമിന്റെ ഉദ്യോഗസ്ഥൻ ഫോറസ്റ്റ് തൊട്ട് സമീപത്തായിട്ടാണ് ഈ പുലിയുടെ സമീപത്തായുള്ള വനപാലകൻ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. RR ടീമിന്റെ ഉദ്യോഗസ്ഥൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നൽകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ആ പുലിയുടെ സമീപത്തേക്ക് വീണ്ടും സമീപ പ്രദേശത്തേക്ക് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം എങ്ങനെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ പുലിയുടെ സമീപ പ്രദേശത്തേക്ക് അദ്ദേഹം പോയിരിക്കുന്നത്. ഇനി അദ്ദേഹം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. എന്തായിരുന്നാലും ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഡോക്ടർമാർ സമീപ പ്രദേശത്തേക്ക് ഡോക്ടർമാരെ കൂട്ടിക്കൊണ്ട് ഈ RR ടീമിലെ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ അതിനുശേഷം ആ പുലി എങ്ങനെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പുലിയുടെ സമീപത്തേക്ക് പോയതിനു ശേഷം തിരിച്ചു പോവുകയാണ്. ആദ്യഘട്ടത്തിൽ RR ടീമിൻ്റെ ഡോക്ടർമാരും RR ടീമും 3 അംഗ സംഘം ഈ പുലിയുടെ സമീപത്തേക്ക് എത്തിയെങ്കിൽ പോലും പുലി വലിയ രീതിയിൽ ഗർജിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഒരു RR ടീമിലെ ഉദ്യോഗസ്ഥൻ്റെ സമീപത്തേക്ക് പോയിരുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ എത്തിച്ചത്. അതിനുശേഷം ഇനി ഡോക്ടർമാരെയും കൂട്ടി 2ാം ഘട്ടത്തിലേക്ക് ഈ പുലിയെ മയക്കുപിടി വയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ജനങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതും അത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെ ഇതുവരെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അമ്പൂരിയിലാണ് പുലിയെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള ഒരു ദൗത്യത്തിലാണ് ഉദ്യോഗസ്ഥർ. അവിടെ വള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് പുലി. ഇന്ന് രാവിലെയോടുകൂടി റബ്ബർ തോട്ടത്തിലെത്തിയ തൊഴിലാളിയാണ് ഈ പുലിയെ കാണുന്നത്. ആ സമയത്തെടുത്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ഇവിടെ നാളെ ചെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നല്ല സീരിയസ് ആയിട്ടുള്ള ഇതാണ് പുള്ളിക്കാരന്. സുരേഷ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. നിലവിൽ ഇപ്പം നല്ല പ്രശ്നമുണ്ട്. പുലി ദേഹത്തേക്ക് ചാടി വീണതാണോ, പുലിയെ കണ്ട് പേടിച്ചോടിയതാണോ? അല്ല, പുലി ദേഹത്തേക്ക് ചാടിയതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആ പാറയിൽ ഒരു ചാടിയതാ. അപ്പൊ നല്ല പരിക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുമാണ് ഓടി വന്ന ആ പുലി ആക്രമിക്കുന്ന സമയത്ത് നേരിട്ട് കാണുന്നത് അല്ലേ? ആദ്യമേ കാണുന്നത് ഞാനാണ്. പക്ഷെ ഞാൻ മരം വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ പുലി അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കിടന്ന് അലറി വിളിച്ചപ്പോഴാണ് അവർ ഓടി വന്നത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പുലി ആദ്യം ആക്രമിക്കാൻ. അതെ, പുലി അങ്ങനെയാണ്. പുള്ളിക്കാരൻ വന്നപ്പോഴാണ് പുള്ളിയിലെ ദേഹത്തോടെ ചാടി വീണത്. അങ്ങനെ പുള്ളിക്കാരെ പാറയുടെ ഒരേ നിന്ന് അടിയിലോട്ട് വീഴുകയും പുലിഞ്ഞ് ചാടിഞ്ഞ് പോവുക അവിടെ ചെന്ന് വീഴേ. അതെന്താ അറിയത്തില്ല. നേരിട്ട് ആരാ പോകുന്നത്? നമ്മളെ ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം പറയാം. വല്ലാത്തൊരു ഭയത്തിലാണ്, പ്രത്യേകിച്ച് സ്ഥിരം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ ഒന്നിട വെട്ടുന്നത്, റബ്ബർ വെട്ടാ എത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ വന്നപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് എന്തെങ്കിലും പറ്റിയ ആരറിയാനാ? മനുഷ്യന്റെ ജീവന് പോലും ഇതില്ല, വിലയില്ല. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇപ്പോൾ. ഇനി എന്താ ഒരു അവസ്ഥ? ഇവിടെ സമീപത്ത് സ്ഥിരം ജോലിക്ക് എത്തുന്ന വീട് അടുത്താണോ? വീട് ഇവിടുന്ന് താഴെയാണ്. തൊട്ട് താഴെയാണ്. നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ടതിന്റെ അവിടെയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് കയറി വന്നാണ് ഈ മരം വെട്ടി എടുത്തോണ്ടെന്ന് പാലെടുത്ത് 12-1 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഈ നിരന്തരം ഇത്തരത്തിൽ നേരത്തെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊന്നും അത്ര ഇല്ല മുമ്പ് ചില സാന്നിധ്യങ്ങൾ 4 വർഷത്തിന് മുമ്പ് ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പോഴാണ് എല്ലാം കൂടി നാട്ടിലിറങ്ങി ഭയങ്കരമായിട്ടുള്ള ഇത് തുടങ്ങിയത്. പ്രദേശത്ത് ആദ്യമായിട്ടല്ലേ എത്തുന്നത്? ഈ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം 4 മണിക്ക് ഇവിടെ വന്നപ്പോൾ മരം വെട്ടിക്കൊണ്ട് വന്നപ്പോൾ ലൈറ്റ് അടിച്ചപ്പോൾ അതിൻ്റെ കണ്ണ് ഒക്കെ കണ്ടായിരുന്നു.
ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ വളർത്തുമൃഗം തൊട്ട് താഴെയാണ്, ഈ മലയുടെ തൊട്ട് താഴെയാണ് വളർത്തുമൃഗങ്ങളോ ആടുകൾക്കോ അങ്ങനെയൊക്കെ പിടിച്ചു എന്നൊക്കെ? ആട്ടിനെയും പട്ടീനെയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ആശുപത്രി കൊണ്ടുപോയി പുള്ളിക്കാരൻ്റെ വീട്ടിൽ 3 പട്ടി ഉണ്ടായിരുന്നു. 2000 രൂപ കൊടുത്ത് മേടിച്ച ഒരു പട്ടീനെ വരെ അത് കഴിഞ്ഞ ആഴ്ച പിടിച്ചോട്ട് പോയി. അപ്പോൾ ഈ പട്ടിയെല്ലാം നിരന്തരം നമ്മൾ ഈ സംശയം കൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വേണ്ട നടപടികളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കാടൊക്കെ കയറി കിടക്കുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ ഇവിടെ നമ്മളെ ജീവൻ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കാനുള്ളത്. അവർ അവിടെ കോട്ടേഴ്സിൽ ഉണ്ട്, എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്നാലും നമ്മളോട് സഹകരിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇനി നിങ്ങൾ ഈ സമീപത്ത് നിങ്ങളിപ്പോൾ എത്ര വീടുകളുണ്ട് ഈ പ്രദേശത്ത്? ഇവിടെ തന്നെ ഈ സമീപകാലത്ത് തന്നെ 1600 സംതിങ് വീടുകളുണ്ട് ഈ മലയുടെ സൈഡിലായിട്ട്. ഈ മലയിലെ മേളിലും വീടുകൾ ഇഷ്ടമുണ്ട്. ഞാൻ നേരത്തെ കയറി വന്നപ്പോഴും കുറേ വീടുകൾ കണ്ടായിരുന്നു. അതെ 1650 വീടിന് മിച്ചമുണ്ട്. ഇത്രയും പേര് ആശങ്കയിലാണ്. ഇന്നലെ കഴിഞ്ഞ മാസം മേഖലയിൽ ആനയൊക്കെ അവരൊക്കെ താമസിക്കുന്നുണ്ട്, ആന വരെ ഇറങ്ങി വന്നുള്ള സാഹചര്യം ഉണ്ടായി. ഈ വന്യമൃഗങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നത്. ഈ നേരത്തെ നിങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടുത്ത് ഈ പട്ടിയെ പിടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ആടിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞായിരുന്നു. അപ്പോഴൊരു അന്വേഷണമൊക്കെ നടത്തി അവരെ കൂടെ കൊണ്ടുവയ്ക്കാന്നൊക്കെ പറഞ്ഞു. അന്വേഷണം അവർ ഡെയിലി ഇതിന്റെ ബാക്കിന്നൊക്കെ തന്നെയാണ് കയറി നടക്കുന്നത്. പക്ഷേ ഇത് കണ്ടെത്തുന്നത് ആദ്യമായിട്ടാണ്. നിലവിൽ ഈ പരിക്ക് പറ്റിയ ആളുടെ പേരെന്താണ്? ഇപ്പോൾ ഈ പുലി സുരേഷിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പൊ സുരേഷിന്റെ അവസ്ഥ നട്ടല് നല്ല ബജ്ജായിട്ടുണ്ട്. അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. ഇപ്പം 4 പേര് ചേർന്നാണ് എടുത്തോണ്ട് ആംബുലൻസിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റി? ആദ്യം ഇവിടെ ആനപ്പാറ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇതാണെങ്കിൽ മെഡിക്കൽ കോളേജിലിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പുലിയുടെ നഖം കൊള്ളുകയോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇല്ല. പേടിച്ചില്ല. ഇത്രത്തോടെ ഡിഫറൻറ്റ് ഇങ്ങനെ അടുത്തായിട്ട് വന്നപ്പോഴാണ് അതിനെ ചാടി അടിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ താഴെ വീഴും ചാടിയത്. നിങ്ങളും നല്ല രീതിയിൽ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളതായിരുന്നു. 6:30 സമയത്ത് എവിടെ ഇരിക്കുന്നത്? മലമുകളിൽ എന്തെങ്കിലും പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്തൊന്നും ഇത് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെ ഇന്നലെ വന്ന് ഇവിടെ കിടപ്പുണ്ടായിരുന്നത്. കാണിച്ചു വന്ന സമീപത്തായിട്ട്. അത് രാഖി നമ്മൾ കേട്ടതുപോലെ തന്നെ കൃത്യമായി ഈ ഒരു ആളാണ്. പ്രത്യേകിച്ച് ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഷൈജു ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ ഷൈജു ആണ് ആദ്യമായി പുലിയെ കാണുന്നതും പുലിയെ കണ്ട് ഭയപ്പെട്ട് വിളിക്കുന്നതും. ഷൈജു ഞാൻ നിൽക്കുന്നതിന് സമീപത്തായിട്ട് അടുത്തായിട്ടൊരു വലിയ മലയാണ്. ആ മലയുടെ മുകളിലായിട്ടാണ് ഷൈജു നിൽക്കുന്നത്. ആ സ്ഥലത്ത് നിന്ന് അവിടെ ഷൈജു നിൽക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു സ്ഥലത്ത് ഒരു റബ്ബർ തിട്ട എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ പ്രദേശത്ത് ഇങ്ങനെ പുലി പതുങ്ങിയിരിക്കുകയായിരുന്നു. പതുങ്ങിയിരിക്കുന്ന സമയത്ത് ഷൈജുവിൻ്റെ ശ്രദ്ധയപ്പെടുകയും ഷൈജു ബഹളം പേടിച്ച് ഷൈജു അലറി വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് സമീപത്ത് ജോലി ചെയ്തിരുന്ന മറ്റൊരാൾ ഇവിടേക്ക് ഓടിയെത്തുന്നത്. ആ സമയത്ത് പുലിയുടെ ശ്രദ്ധ ആ ആളിലേക്ക് മാറുകയും ആ ആളിനെ അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ആളിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം പുലി നടത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് സമീപത്തുള്ള ആ മറ്റ ആൾ ഓടിയെത്തിയ ആൾ പാറപ്പുറത്തായിരുന്നു നിന്നത്. പുലി അടുത്തേക്ക് എത്തുന്നത് കണ്ട് അദ്ദേഹം പുറകിലോട്ട് പോയി പാറപ്പുറത്ത് നിന്നും താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് പരിക്കേറ്റു. ഈ പരിക്കേറ്റ ആളെ അല്പസമയം മുമ്പാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് എത്താൻ വലിയൊരു ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. ഒരു വഴി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു മലമുകൾ, ആ മലമുകളിൽ ഏകദേശം ഈ സമീപത്തായി താമസിക്കുന്ന വനവാസികളാണ്. ഈ വനവാസികൾ കൃഷി ചെയ്യുന്ന റബ്ബർ തോട്ടമാണ്. തിരുവനന്തപുരം അമ്പൂരിയിലാണ് പുലിയെ പിടികൂടാനുള്ള ശ്രമം നടന്നു വരുന്നത്. റബ്ബർ തോട്ടത്തിലാണ് പുലി വള്ളികളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ വനപാലകർ. ഇവിടെ നെയ്യാർ ഡാം പോലീസും വനപാലകരും എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിനീഷ്, തുടരാം. ഷൈജു നേരിട്ട് കാണുകയായിരുന്നു പുലിയെ. അതിനുശേഷം ഷൈജു ബഹളം വയ്ക്കുന്ന സമയത്താണ് മറ്റൊരാൾ അടുത്തേക്ക് ഓടിയെത്തുന്നതും ആ ആളിന്റെ അടുത്തേക്ക് പുലി അക്രമാസക്തമായി അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം മറ്റൊരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹത്തിനും പരിക്കേറ്റു. ആ ആളിനെ അല്പസമയം മുമ്പാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്ന് ഷൈജു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ നിൽക്കുന്നത് വലിയൊരു കുന്നിൻ മുകളിലാണ്. ഈ ഒരു സമീപത്തായി തന്നെ ഷൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1650ഓളം ആളുകളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്.
അത് വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്, മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വലിയ രീതിയിൽ നേരത്തെ തന്നെ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അമ്പൂരിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു, കൂട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇവരുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളായ നായ, ആട് ഇതിനെയൊക്കെ നിരന്തരം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടങ്ങളിൽ പോലും പരിശോധന ശക്തമായി ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നെങ്കിലും, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് പുലിയെ കണ്ടെത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ 4 വർഷം മുമ്പാണ് ഇത്തരം സമാനമായ രീതിയിൽ ഈ അമ്പൂരി മേഖലയിലേക്ക് പുലി ഇറങ്ങി എന്ന് അന്ന് പറയപ്പെട്ടത്. പക്ഷേ അന്ന് വാക്കാൽ ജനങ്ങൾ പരസ്പരം പറഞ്ഞു, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അന്ന് പരിശോധന അന്ന് പുലിയെ